ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സൂത്രം കളിക്കാൻ വന്നു കേട്ടോ. ഇതാട്ടോ എൻ്റെ ഒരു പുതിയ ഡ്രസ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഞാൻ പേട്ടയിൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇത് കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. കളർ ഇച്ചിരി എനിക്ക് ചേരുന്ന കളറാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കണ്ടാൽ. ഇപ്പം നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ നല്ല രസമൊക്കെ ആയിട്ട് തോന്നിയാലും പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ഈ സ്കിന്നിൻ്റെ കളറാട്ടോ ശരിക്കും. എൻ്റെ കറുത്ത സ്കിന്നിൻ്റെ ശരിക്കുള്ള കളറാട്ടോ. അപ്പോൾ നമുക്കതൊരു ഇറിറ്റേഷൻ തോന്നുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വൈൻ റെഡിന് വേണ്ടിയാട്ടോ ഞാൻ എൻ്റെ പൈസ കൊണ്ട് കളഞ്ഞതേ. കാരണം ആ പെണ്ണിങ്ങനെ നിന്ന് കറങ്ങുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വർക്ക് വരുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ ചെറുതായിട്ടൊക്കെ ഷേപ്പ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ കൈയുടെയൊക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് അത് വന്നേക്കുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് ആട്ടോ. എൻ്റെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ടെന്നേ. അതിന് പ്രത്യേകതയുണ്ട് കേട്ടോ. എൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചരിക്കുന്ന ഒരു കുടുംബം എന്ന് പറയാം കേട്ടോ. കാരണം ബാഗിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. കാരണം കുപ്പി കാണും, കുപ്പി വെള്ളവും കാണും. അതുപോലെ തന്നെ പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് കാണും കേട്ടോ. ഫുഡ് ഞാൻ എപ്പോഴും കൊണ്ടുനടക്കും. കാരണം എവിടെയെങ്കിലും വെച്ച് നമ്മൾ അബദ്ധവശത്താൽ എവിടെയെങ്കിലും പെട്ടുപോയെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സാധനത്തിൽ ചെന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പിള്ളേർക്ക് വിശക്കരുതല്ലോ. പിള്ളേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ ഓൾറെഡി കൊണ്ടുപോകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ടർക്കി കൊണ്ടുപോകും. ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഒരു 2 ഡ്രസ്സ് എടുത്ത് ഞാൻ കൈ പിടിക്കും കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സാധനങ്ങളെല്ലാം ഞാൻ മാറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെയുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ ബാഗ് ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബാഗ് ഇത്രയും വലിയ ബാഗും കൊണ്ടാട്ടോ ഞാൻ നടക്കുന്നത്. ഇത്രയും വലിയ ബാഗിനകത്ത് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും ഇല്ല. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാണെങ്കിൽ എൻ്റെ പേഴ്സാണ് കേട്ടോ. എൻ്റെ പേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പേഴ്സ് എൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പം ഞാൻ സീമാസി ജോലി ചെയ്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷത്തോളമായി കേട്ടോ. അപ്പോൾ 10 വർഷമായി എൻ്റെ കയ്യിൽ ഈ പേഴ്സ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പേഴ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടൊന്നും ചെയ്യരുത്. കാരണം ഞാൻ പുറത്തധികം എടുക്കാറില്ലാത്ത പേഴ്സാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് സീമാസി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്കൊരു രാശിയുള്ളൊരു പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. രാശി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗിൽ പൈസ ഇരുന്നപ്പം ഞങ്ങളുടെ അവിടെ എലി ഉണ്ടായിരുന്നു. അപ്പോൾ എലി കരണ്ട ഒരു പേഴ്സായിരുന്നു അത് കേട്ടോ. ആ പേഴ്സിനകത്ത് ഇഷ്ടംപോലെ പൈസ ഇപ്പോഴും വന്നു പോകുന്നതുകൊണ്ട് ഞാൻ കളയുകയായിരുന്നേ. വർഷങ്ങളായിട്ട് എൻ്റെ കൂട്ടത്തിരിക്കുന്ന പേഴ്സാണ് ഇത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ എൻ്റെ രേഖകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഈ പേഴ്സിനകത്താണ് കേട്ടോ. ഇതെനിക്ക് കളയാൻ തോന്നിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ കളയാത്തത്. കാരണം ഇതുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അരോചകത്വം തോന്നുന്നതാണേ. പക്ഷെ ഞാനിത് കളയില്ല. എൻ്റെ കയ്യിൽ ഒത്തിരി പൈസയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന പേഴ്സാണ് ഇത്. അതുകൊണ്ടാട്ടോ ഞാനത് കളയുകയല്ലെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. ബാഗിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏതാണ്ടാ, ഇത് എന്തിൻ്റെയോ ബില്ലാട്ടോ. ഇത് എന്തോ ഒരു തുണി മേടിച്ചതിൻ്റെ ബില്ലാട്ടോ. ആ ബില്ലും ഉണ്ട്. പിന്നെ കുറച്ച് ചില്ലറ പൈസ ഉണ്ട് കേട്ടോ. പേഴ്സ് ഇതുണ്ട്, കുറച്ച് ചില്ലറ പൈസയും പിന്നെ കൊച്ചിൻ്റെ പൊട്ടിയൊരു കൊലുസും ഉണ്ട്. അത്രയും മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ ബാഗിനകത്ത്. പുതിയ ബാഗാണ്. പഴയ ബാഗിനകത്താണെങ്കിൽ ആക്രി സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നുമില്ല. കുടയൊക്കെ ഉണ്ട്. ഞാനിതെല്ലാം എടുത്ത് മാറ്റിയതാട്ടോ. അപ്പം ഞാൻ ഈ പേഴ്സ് കാണിക്കാൻ വേണ്ടിയാണ് മുഖ്യമായിട്ട് തുറന്നത്. കാരണം ഇതിനകത്ത് പല സാധനങ്ങളുണ്ട് ഈ പേഴ്സിനകത്ത് കേട്ടോ. നമുക്ക് കാണാം ഈ പേഴ്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നേ. ശരിക്കും ഞാൻ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്ത് കാണിയല്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഉമ്പടി കള്ളിയുണ്ട്. കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. കണ്ടതുകൊണ്ട് കുറേ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ടേ. കണ്ടോ, ഓരോ കള്ളിക്കകത്തോടെ ഓരോ ഇതുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയല്ലേ. അപ്പം ഞാൻ ആദ്യം തൊട്ട് ഓരോ കള്ളി തൊട്ട് തുടങ്ങാം കേട്ടോ. എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ആദ്യത്തെ കള്ളിക്കകത്തിരിക്കുന്നത് എല്ലാം മൊത്തം ചീട്ടാട്ടോ. മരുന്ന് ചീട്ടാണ് മൊത്തം ഉള്ളത്. ഇത് കാർമൽ മെഡിക്കൽ സെൻറ്ററിലെ കേട്ടോ, പാലായിലെ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഗർഭിണി ആയപ്പോൾ തൊട്ട് അവിടെ നിന്നാട്ടോ മരുന്ന് മേടിക്കുന്നതും കാര്യങ്ങളൊക്കെ. എനിക്കുള്ള മരുന്ന് കൊച്ചുങ്ങളുടെ മരുന്നല്ല, എനിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നായിരുന്നേ. അപ്പോൾ കാർമലിലെ ചീട്ടാട്ടോ ഇത്. ഇനി അടുത്തത് ഇതാരുടെയാ? ഇത് എൻ്റെ ചീട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് കാർഡാട്ടോ. നമ്മുടെ ഇവിടെ ആശുപത്രിയിലത്തെ UHID കാർഡ്. ആ കാർഡാട്ടോ. ആ കാർഡുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാരുടെയാ? ഇത് കൊച്ചിൻ്റെ ആട്ടോ. ഹന്നാമരിയുടെ കാർഡാണിത്. അതുപോലെ തന്നെ ഇത് എൻ്റെ ID കാർഡ് കേട്ടോ. ഇതേ ID കാർഡേ. ഇത് എൻ്റെ ഉടുമ്പൻചോല കാരക്കാട്ട് ഭാഗത്തെ ആട്ടോ. അത് കാരക്കാട്ട് കുടുംബത്തിലായിരുന്നപ്പോൾ ഉള്ള കാർഡാണ്. ഇത് മാറ്റി ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഇരിക്കുന്ന ഇത് എന്താണെന്ന് നോക്കട്ടെ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന കേട്ടോ. അയ്യൊക്കെ ഇതൊക്കെ നറുക്കെടുപ്പും കഴിഞ്ഞ് സമ്മാനവും കൊടുത്തു കഴിഞ്ഞ സാധനമാണ് കേട്ടോ. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ എന്താണ്ട് നഗരോത്സവത്തിൻ്റെ കേട്ടോ. ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ചുമ്മാ എടുത്ത് പേഴ്സിൽ വെച്ച് സൂക്ഷിച്ചേക്കുവാണ്.
ഇത് ജനതാ ഹോസ്പിറ്റൽ കേട്ടോ. ജനതാ ഹോസ്പിറ്റൽ എവിടെയാണ്? നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ളതാണ് ജനതാ ഹോസ്പിറ്റൽ. അവിടെ നിന്ന് ഉള്ള ചീട്ടാണ് കേട്ടോ ഇത്. അതിന് ശേഷം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അതാട്ടോ ഞാൻ, അതൊരു കുഞ്ഞു കഷ്ണം പേപ്പറാട്ടോ. ഇതിനകത്ത് പേപ്പറിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, ഒരു സാധനം പോലും ഇല്ല, വെറുതെ പേപ്പറ്. പിന്നെ അതെ ഇത് ഞാൻ മാർസ്ലീവായിൽ അച്ചാച്ചേനെയും കൊണ്ട് കിടന്നപ്പോൾ അച്ചാച്ചയുടെ ചീട്ടാട്ടോ ഇത്. അച്ചാച്ചയുടെ ചീട്ടാണ്. ആ ചീട്ടല്ല, പാസ്സായിരുന്നു. അകത്ത് കയറാൻ ഈ പാസ് വേണമായിരുന്നേ. 2 പാസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, 2 പാസ്. അത് അവിടെ അങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് പോരണം എന്ന് ഓർത്തു, അതൊന്നും ഓർത്തൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് ഇത് ഫെഡറൽ ബാങ്കിലെ ഒരു ചീട്ടാട്ടോ. ഞാനൊരു മോതിരവും ഒരു 2 കമ്മലും പണയം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചീട്ടാണ് അത്. 40,000 രൂപ എടുത്ത് ചീട്ടാണ്. അങ്ങനെ ഒരു പണയ ചീട്ടുണ്ട് കേട്ടോ. 6 മാസം കഴിയുമ്പം ഈ സംഭവം എടുക്കേണ്ടതാണ്. 6 മാസമൊക്കെ കഴിഞ്ഞു. അടുത്തത് അപ്പം അങ്ങനെ ചീട്ട് നമ്മളിങ്ങോട്ട് കയറ്റി വെച്ചു കേട്ടോ, കളയാനൊക്കെയല്ലോ. പിന്നെ ഇതെന്നായിരുന്നു? ഇതെനിക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാട്ടോ. TSH ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു തന്നേക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതും സൂക്ഷിച്ച് വെച്ചേക്കുവാണ് വെറുതെ. പിന്നെ ഇതേ ഒരു കുള്ളിയില്ലാത്തൊരു കമ്മൽ കേട്ടോ, വളഞ്ഞ കമ്മൽ 2 കിടപ്പുണ്ടേ. പിന്നെ ഇതുള്ളത് പൊന്നാച്ചിയുടെ PMC ഹോസ്പിറ്റലിൽ ഈരാറ്റുപേട്ടയിലത്തെ ചീട്ടാണിത്. അതിനുശേഷം അരിയത്രപ്പള്ളിയിൽ കുർബാനയ്ക്ക് പൈസ കൊടുത്തതിൻ്റെ ചീട്ടാണ്. ഇതൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട യാതൊരു കേസുമില്ല, പക്ഷെ സൂക്ഷിച്ച് വെച്ചു. പിന്നെ എൻ്റെ ഫോട്ടോ എടുത്തതിൻ്റെ നമ്പരും അതിൻ്റെ കവറും കേട്ടോ ഇതേ. അതിനുശേഷം PMC എൻ്റെ ചീട്ട് PMCയിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആണോ ആരുടെയാണോ ആ കൊച്ചിൻ്റെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഇതാട്ടോ, ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. പിന്നെ ഇത് ആരുടെ ഫോട്ടോയാണ്? ഇതുകൊണ്ട് ഇതും എൻ്റെ ഫോട്ടോ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഗുണ്ടായിട്ടിരുന്നപ്പോൾ ഉള്ള ഫോട്ടോയാണിത്. ഫോട്ടോയുണ്ട്. അടുത്തത് ജനതാ ഹോസ്പിറ്റൽ, ഇത് പിള്ളേരുടെ ആശുപത്രി ജനത, പാലായിലത്തെ ചീട്ടാട്ടോ ഇത്. അങ്ങനെ അവിടെ കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് നോക്കാം കേട്ടോ. ഇത് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. ഇതും ആശുപത്രിയിലെ ചീട്ടാട്ടോ. ഇത് മമ്മിയുടെ ചീട്ടാണ്. ഇതെങ്ങനെ എൻ്റെ കൈ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എങ്ങനെയോ വന്നതാണ്, ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഇത് ഏതാ? ഇത് കുഞ്ചിയുടെ ചീട്ടാണ്, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ. ഇനി അടുത്തത് ഇവിടെ പേട്ടയിലത്തെ നേഴ്സിംഗ് ഹോം, നമ്മുടെ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ, സ്കിൻ ആശുപത്രി ആട്ടോ ഇത്, അവിടുത്തെ ചീട്ടാട്ടോ ഇത്. ഇനി അടുത്തത് വലിയൊരു പേപ്പറുണ്ട് കേട്ടോ. എന്താ നമുക്ക് നോക്കാം, എന്ത് പേപ്പറാണ് പോലും തമ്പുരാനെ. ഇത് ഞാൻ പണ്ടൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പണ്ടൊന്നുമല്ല, 5-ാം മാസം 2024 എന്തോ ആവശ്യത്തിന് അവർ ചെയ്തിട്ട് വരാൻ പറഞ്ഞതാണ് കേട്ടോ. നെഗറ്റീവാണ് റിസൾട്ട്. പോട്ടെ, സൂക്ഷിച്ച് വെച്ചേക്കും, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്ത്. ഇത് നേഴ്സിംഗ് ഹോമിൻ്റെ ചീട്ടാണ്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൂടി ഉണ്ട് കേട്ടോ. ഇത് ദേവമാതാ ആശുപത്രി, ഞങ്ങളുടെ രാജകുമാരി ആശുപത്രിയിൽ പൊന്നാച്ചിക്ക് പനിയെങ്ങാണ്ടായിരുന്നപ്പം എടുത്ത ചീട്ടാട്ടോ ഇത്. അങ്ങനെ ഈ വശത്തെ എല്ലാം തീർന്നു കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ ആരുടെയൊക്കെ ഫോട്ടോയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. കുറേ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ പൈസ ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് പൈസ ഒന്നുമില്ല, പൈസ ഉണ്ടായിരുന്നു, തീർന്നു പോയതാട്ടോ. ഇതൊരു കുഞ്ഞ് കമ്മലാട്ടോ. ഇത് പൊന്നാച്ചിയുടെ കമ്മൽ നിലത്തി ആടിപ്പോയതാട്ടോ, ഒടിഞ്ഞിരിക്കുന്നതാണേ. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന, പ്രത്യേകിച്ച് ഇതുകൊണ്ട് വലിയ ആവശ്യങ്ങളൊന്നും, വേറെ സ്വർണ്ണമൊക്കെ മാറുമ്പോൾ കൊടുക്കാൻ നല്ലതാട്ടോ. അത് ഞാൻ വെച്ചിട്ടുണ്ട്. പൈസ ഇല്ലയെന്ന് ചോദിച്ചാൽ പൈസ കഴിഞ്ഞ ദിവസം കൊണ്ട് തീർന്നു പോയതാട്ടോ. കുറേ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ എടുത്തു പോയി, അതുകൊണ്ട് തീർന്നു കേട്ടോ. പിന്നെ ഒരു ATM കാർഡുണ്ട് കേട്ടോ. ഇത് ഫെഡറൽ ബാങ്കിലെ ATM കാർഡിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ അങ്ങ് സൂക്ഷിച്ചേക്കാം. പിന്നെ വേറെ ആരുടെയും ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയവൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ ഫോട്ടോയാണ് ഇത്. പിന്നെ പൈസ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് ഒരു പൈസ കിടപ്പുണ്ട്. എത്ര രൂപയെന്ന് നോക്കട്ടെ, എത്ര രൂപ പൈസ കിടപ്പുണ്ടേ നോക്കാവേ. അച്ചടാ 1 രൂപ കിടപ്പുണ്ട് കേട്ടോ, 1 രൂപയുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇതിനകത്തില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.